വയനാട് വരയാൽ കപ്പാട്ടുമലയിൽ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥികളടക്കം 18 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് വരയാൽ SNMLP സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെടുന്നത്. റോഡിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് സമീപത്തൂടെ തോട്ടത്തിലേക്ക് കയറി കവുങ്ങിലിടിച്ചു നിൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കുകൾ സാരമുള്ളതല്ലെന്നാണ് പ്രാഥമിക വിവരം. കമൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. കമൽ, സ്കൂൾ ബസ്സാണ്, 18ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട് എന്നറിയുന്നു. കുട്ടികൾക്കെല്ലാം എങ്ങനെയുണ്ട്? എന്താണ് അപകട കാരണം? പൂജ, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വിവരം. ആർക്കും സാരമായ ഒരു ബുദ്ധിമുട്ടുകൾ ഇല്ല. സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ, അതുപോലെ 2 ആയമാർ, പിന്നെ 15 കുട്ടികൾ, ഇത്രയും പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. എല്ലാവർക്കും നിസാര പരിക്കേയുള്ളൂ. വാഹനം നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നി മാറി ഒരു പറമ്പിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിലൂടെ ഇറങ്ങി ഒരു കവുങ്ങിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. കുട്ടികൾ LP സ്കൂളിൻ്റെ സ്കൂൾ ബസ്സാണ്, ഒരു ട്രാവലറാണ്. അത് തന്നെ ചെറിയ കുട്ടികളാണ്. LP സ്കൂൾ ആയതുകൊണ്ട് തന്നെ 6 വയസ്സും 5 വയസ്സൊക്കെയുള്ള കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ചിലർക്ക് ഈ മുന്നിലെ കമ്പിയിലിടിച്ച് ചുണ്ട് മുറിഞ്ഞ് അങ്ങനെയുള്ള പരിക്കുകളൊക്കെയാണ് ഉള്ളത്. നിലവിൽ എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, വയനാട് എന്നുള്ള സംഭവമാണ് കമൽ വിവരിച്ചത്.